ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ FC ബോയ് ഗെയിമിംഗ്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ആണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഗെയിമിലേക്ക് കളിക്കാനല്ല കയറാം. അപ്പോൾ ഗായ്സ്, ഇനി ഡെയിലി ഒരു വീഡിയോ, ഒരു ഷോർട്സോ വരുന്നതായിരിക്കും. ഓ ഗായ്സ്, ഒരു ഫ്രീ ഫയറിന് ഒരു ആഡ് ഉണ്ട്, നമുക്കത് പോയിട്ട് വേഗം കളിക്കാം. അത് കഴിയുന്നില്ലല്ലോ ഗായ്സ്, ആഡ് കഴിയുന്നില്ല. ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഗൈസ്. ഞാൻ പിന്നെ മിസ്റ്റർ ബീസ്റ്റിനെ എടുത്തിരുന്നു. മിസ്റ്റർ ബീസ്റ്റിനെയും ഹൽക്കിനെയും പിന്നെ ഒരു പെണ്ണിനെ എടുത്തിരുന്നു നമ്മൾ. അപ്പോൾ ആ മൂന്ന് പേരും നമ്മളെ ഫ്രാങ്ക്ലിൻ്റെയും ഇത് പവർ എബിലിറ്റിയാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ പോയിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യും ഗൈസ്? ഫസ്റ്റ് തന്നെ എബിലിറ്റി നോക്കണ്ട. ഫസ്റ്റ് നമുക്ക് എവിടേക്കെങ്കിലും പോകാം. നമുക്ക് ഇപ്പോൾ എവിടെ പോകും ഗൈസ്? നമുക്ക് എൻ്റെ ഡിഫൻഡർ എടുക്കണം. വേണ്ട, നമുക്കിപ്പോൾ എന്ത് ചെയ്യും ഗൈസ്? നമുക്ക് മിസ്റ്റർ ബീസ്റ്റിനെ എടുക്കാം. നമുക്ക് മിസ്റ്റർ ബീസ്റ്റിനെ എടുക്കാം. മിസ്റ്റർ ബീസ്റ്റിൻ്റെ നമ്പർ PM7 ആണ് മിസ്റ്റർ ബീസ്റ്റിൻ്റെ നമ്പർ. എന്നിട്ട് നമ്മൾ ഒന്ന് റീസ്റ്റാർട്ട് അടിക്കുക. ഗെയിം റീസ്റ്റാർട്ട് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗെയിം ഇറക്കും. ഹിയർ ഈസ് ദ മിസ്റ്റർ ബീസ്റ്റ് ഗൈസ്. നമുക്ക് മിസ്റ്റർ ബീസ്റ്റിൻ്റെ തൊപ്പി മാറ്റാം. തൊപ്പിയിലുണ്ട് രസമില്ല ഗൈസ്. മിസ്റ്റർ ബീസ്റ്റ്, അവർ ജിമ്മി, മിസ്റ്റർ ബീസ്റ്റ്. അപ്പോൾ മിസ്റ്റർ ബീസ്റ്റിനാണ് ഇനി നമ്മുടെ കളി. മിസ്റ്റർ ബീസ്റ്റിന് പ്രത്യേകിച്ച് എബിലിറ്റി ഒന്നുമില്ല ഗൈസ്. ഹൽക്കിൻ്റെ എബിലിറ്റി ആണെങ്കിൽ നിങ്ങൾ നെട്ടു. അമ്മാതിരി എബിലിറ്റിയാണ് ഹൽക്കിനുള്ളത്. നമുക്ക് ഹൽക്കിൻ്റെ എബിലിറ്റി ചെക്ക് ചെയ്യണം. ഹൽക്കിൻ്റെ എബിലിറ്റി നമുക്ക് ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ എവിടേക്കാണ് നമ്മൾ പോവുക? നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യും? ഞാൻ വെറുതെ കോല വലിച്ച് കളിക്കുന്ന ഗൈസ്. കേട്ടോ. നമുക്ക് മോൺസ്റ്റർ ലംബോർഗിനി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെടുത്തിട്ട് നമുക്ക് എവിടെ പോകും എന്നാണ് എൻ്റെ സംശയം. നമുക്ക് എവിടെ പോകും ഗൈസ്? നമുക്ക് എവിടെയെങ്കിലും പോകാം ഗൈസ്. നമുക്ക് ഈ റോഡ് നേരെ പോയേക്ക്. ഈ റോഡിൻ്റെ അറ്റത്ത് പോയിട്ട് എന്തെങ്കിലും ചെയ്യാം. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ നേരെ പോവാണ്. എനിക്കൊന്ന് നമുക്ക് ബീച്ച് പോവാം ഗൈസ്. ബീച്ച് നോക്കാം ഗൈസ്. നമുക്ക് സിറ്റി ഇറങ്ങാൻ പോകണം. നമുക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ അവസാനം നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ, നമ്മുടെ FC മൊബൈൽ എന്നാണ് പറയുന്നത്. അതിൻ്റെ വീഡിയോ ഇട്ടിട്ട് നമ്മുടെ ഇതിൻ്റെ അകത്ത് പോലീസ് സ്റ്റേഷൻ, ഇതിൻ്റെ ജയിലിൻ്റെ ഉള്ളിൽ എങ്ങനെ കയറാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറഞ്ഞുതരാം. ഓ നോ ഗൈസ്, അറിയാതെ നല്ല സ്പീഡ് കൂടിപ്പോയതാണ്. കുഴപ്പമില്ല. നമ്മളെ വണ്ടി നേരെ വെള്ളത്തിൻ്റെ ഉള്ളിൽ വീണിട്ടുണ്ട്. നമുക്ക് തിരിച്ച് കയറാം. അവിടെ വണ്ടി കയറുന്നില്ലേ? വണ്ടി കയറിയിട്ടില്ല മൂഞ്ചി ഗൈസ്. നമുക്ക് വണ്ടി കയറുന്നുണ്ട്. വേഗം കയറാം ഗൈസ്. ഇതെടുത്തിട്ട് ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. ഇവിടെ വണ്ടി നിർത്തട്ടെ. ഇവിടെ നല്ല സ്ഥലത്ത് നമുക്ക് വണ്ടി നിർത്താം. ഓക്കെ ഗൈസ്, ഇവിടെ വണ്ടി നിർത്താം. അമ്മേ പോയി ഗൈസ്. മിസ്റ്റർ ബീസ്റ്റ് വീണു. മിസ്റ്റർ ബീസ്റ്റ് കുഴപ്പമൊന്നുമില്ലല്ലോ. അതൊന്നും കുഴപ്പമില്ല ഗൈസ്. ഒരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ വെറുതെ ഫോൺ കോൾ വിളിച്ചായിരിക്കും ഗൈസ്. അന്ന് നിങ്ങൾ മൈൻഡ് ആക്കണ്ട, അതെൻ്റെ ഹോബിയാണ് ഗൈസ്. നമ്മൾ ഡ്രാഗണെ വിളിക്കാൻ പോയില്ലേ, അതിന് മുമ്പിലൊരു സാധനമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, അതിൻ്റെ മുമ്പിൽ ആരും ഇരിക്കുന്നതൊക്കെ ഒരു ഗേൾ ഇരിക്കുന്നുണ്ട് ഗൈസ്. ഒരു ഗേൾ എന്താ ഇങ്ങനെ വരുന്നതെന്നറിയില്ല. എനിക്കൊന്ന് ഈ ഗേളിൻ്റെ പെറ്റാണ് ഡ്രാഗൺ. അഥവാ ഈ ഗേളിലാണ്ട് ഈ ഡ്രാഗൺ വന്നു കഴിഞ്ഞാൽ ഈ ഡ്രാഗൺ ചിലപ്പോൾ നമ്മളെ കൊല്ലും. അതുകൊണ്ടാണ് നമ്മൾ ഡ്രാഗൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇങ്ങനെ പോയിട്ട്
നമുക്ക് എബിലിറ്റി ചെക്ക് ചെയ്യാം. കുറച്ചങ്ങോട്ട് പോയിട്ട് നമുക്ക് മിസ്റ്റർ ബീസ്റ്റിൻ്റെ ഒക്കെ എബിലിറ്റി ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് പോയിട്ട് മിസ്റ്റർ ബീസ്റ്റിൻ്റെ എല്ലാം എബിലിറ്റി ചെക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്ക് എബിലിറ്റി നമുക്ക് ഇവിടുന്ന് ചാടണം. നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ട് ചാടാൻ തോന്നുന്നല്ലേ. കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ട് ചാടാം. ഗൈസ്, നമ്മൾ ചാടിയിട്ടുണ്ട്. മിസ്റ്റർ ബീസ്റ്റ് ചാവോ ഇല്ലയോ? ചത്ത് ഗൈസ്, ചത്തി. ഗൈസ്, മിസ്റ്റർ ബീസ്റ്റിന് ഒട്ടും എബിലിറ്റി ഇല്ല. ഇത്ര ചെറിയ സിമ്പിൾ എന്നൊന്നും പറയാൻ പറ്റില്ല. റിയൽ ലൈഫിൽ നമ്മൾ ഇടുന്നതുകൊണ്ട് നമ്മളെ ഒരു കൈ അപ്പുറത്തെ റെയിൽവേ സ്റ്റേഷനിൽ, ഒരു കൈ ഇപ്പുറത്തെ പോലീസ് സ്റ്റേഷനിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടി റീസ്റ്റാർട്ട് അടിച്ച് പോവാം. നമുക്ക് മിസ്റ്റർ ബീസ്റ്റിന് പകരം പിന്നെ നമുക്ക് ആരും എടുക്കും? നമുക്ക് നമ്മളെ ഫ്രാങ്ക്ലിനെ എടുക്കാം. നമുക്ക് ഫ്രാങ്ക്ലിനെ എടുത്തിട്ട് അവൻ്റെ എബിലിറ്റിയും കൂടി ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഹൽക്കിനെ എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തൊരു പെണ്ണുണ്ട് ഗൈസ്. ഞാൻ പെണ്ണിൻ്റെ ഷോർട്സ് ആയിട്ട് ഇടുന്നില്ല, അതിൻ്റെ ഈ ലോങ് വീഡിയോ തന്നെ ഞാനത് പറയുന്നു. എനിക്ക് ഷോർട്സ് ആയിട്ട് ഇടാൻ വയ്യ ഗൈസ്, ലോങ് വീഡിയോയിൽ തന്നെ അത് പറയാം. അത് നമുക്ക് ഇനി പോയിട്ട് ഡ്രാഗൺ എടുക്കാം. എന്നാൽ ആ ഡ്രാഗണിൻ്റെ മേത്ത് എങ്ങനെ ഒരു ഗേള് വരും ഗൈസ്? എന്തോ ഗ്ലിച്ചിനാക്കിയതെന്ന്. പിന്നെ എൻ്റെ ഫോണിൽ മാത്രമാണോ ഗേള്? എല്ലാവരുടെ ഫോണിലും ഉണ്ടാവും ഗൈസ്. നിങ്ങളുടെ ഫോണിൽ ഡ്രാഗണ് വിളിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ ഗേൾ ഉണ്ടോ എന്നൊന്ന് പറയാം. അയ്യോ ഗൈസ്, ഡ്രാഗണിൻ്റെ മേത്ത് കയറാൻ നോക്കിയതാണ്. ഡ്രാഗൺ ചിറകൊണ്ട് അടിച്ചിട്ട്. നീ അങ്ങോട്ടൊന്ന് കയറി ഗൈസ്. നമ്മൾ കയറി അങ്ങനെ കുറച്ച് ഉയരത്തിലേക്ക് പോയിട്ട് നമുക്ക് പോവുക. ഇത്ര എഴുത്തുന്നല്ലേ മിസ്റ്റർ ബീസ്റ്റിനെ? ഇത്ര എഴുത്തുന്നല്ലേ? ഓക്കെ, നമ്മൾ ഫ്രാങ്ക്ലിൻ ചാടിയിട്ടുണ്ട്. മേ ബി മരിക്കാനാണ്. മരിച്ച് എനിക്ക് തോന്നി മരിക്കുമെന്ന്. അപ്പോൾ നമുക്ക് അടുത്ത ഹൽക്കിനെ എടുക്കണം. പക്ഷേ ഇതിൻ്റെ അകത്ത് ഹൽക്കിൻ്റെ കോഡ് അടിക്കുമ്പോൾ ബൾക്ക് എന്നാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു അത് നമ്മുടെ ഹൽക്കാണെങ്കിലും അതിൻ്റെ മുഖം നമ്മളെ ഫ്രാങ്ക്ലിൻ്റെ മുഖം പോലെയാണ്. അപ്പം നമുക്ക് ഫോൺ എടുത്തിട്ട് ഹൽക്കിൻ്റെ കോഡ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞില്ലായിരുന്നു. PM10 ആണ് ഹൽക്കിൻ്റെ. 910 അല്ലേ? ഞാൻ തന്നെ തെറ്റിച്ച്, സോറി. നമുക്ക് അടിക്കുക. ഗെയിം ഒന്നും കൂടി റീസ്റ്റാർട്ട് ആക്കും. ഓക്കെ ഗൈസ്, our Hulk is landed in our city. ഗൈസ്, ഇത് കണ്ട വെറുതെ ഒന്ന് ചാടാൻ കഴിഞ്ഞ് ഇങ്ങനെ ചാടും കേട്ടോ. അതിൻ്റെ ഒരു എബിലിറ്റിയും കൂടി ഞാൻ കാണിച്ചു തന്നിട്ട് നമുക്ക് ഡ്രാഗൺ എടുത്തിട്ട് പോകാം. ഒരു എബിലിറ്റി കാണിച്ചാൽ ഒരു വണ്ടി വേണം. ഒരു വണ്ടി പോലും ഇല്ലല്ലോ ഇവിടെ. വണ്ടി വേണ്ടാത്തപ്പോൾ കുറേ വണ്ടി പോകും ഗൈസ്. ഒരു വണ്ടി പോലും കാണുന്നില്ല ഇവിടെ. ഒരു വണ്ടി പോടാ ഗൈസ്, ഇവിടെയൊന്നും ഒരു വണ്ടി പോലും ഇല്ലല്ലോടാ. പിന്നെ ചെയ്യുക ഒരു വണ്ടി കിട്ടി നിങ്ങൾക്കൊരു സാധനം കാണിച്ചിട്ട്. ഇവിടെ ഒരു വണ്ടി ഉണ്ട്. ഒരു വണ്ടി വരുന്നുണ്ട് ഗൈസ്. നമുക്ക് കാണിച്ചു തരാം. ഇനി ഈ വണ്ടി വരാൻ നമുക്ക് വണ്ടീനെ അടിക്കാം ഗൈസ്. വണ്ടിക്ക് അടിച്ചിട്ടൊന്നുമല്ല. ഹൽക്കിന് ചതിച്ചാ മോനെ, കാണിച്ചു കൊടുക്കട്ടെ ഇവർക്ക്. കണ്ടു ഗൈസ്, ഹൽക്കിൻ്റെ ഒരു അടിയിൽ വണ്ടി വരും. പക്ഷേ നമ്മൾ കുറേ അടി അടിച്ച് അതെൻ്റെ ഇഷ്യൂ ആണ് ഗൈസ്. ഒന്ന് തുള്ളി, ഇതാണ് ഗൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആ തുള്ളിയിട്ട് താഴെ ലാൻഡ് ആകുമ്പോൾ ആ കല്ലൊക്കെ വരുന്നത്. നമുക്ക് എന്തായാലും നമ്മുടെ ഡ്രാഗണെ വിളിക്കാം. ഗൈസ്, നമ്മൾ ഡ്രാഗൺ വന്നിട്ടുണ്ട്. നമുക്കിനി ഉയരത്തിലേക്ക് പറക്കാം. അവിടെ നിന്ന് താഴോട്ട് പോകാം, മരിക്കാം. പക്ഷേ ഹൽക്കിൻ്റെ കാര്യത്തിൽ അത് നടക്കുമെന്നറിയില്ല. ഇത്രയും ദൂരത്ത് തുള്ളിയിട്ട് ചങ്ങായി ലാൻഡ് ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ദൂരത്ത് നല്ല ചങ്ങായി മരിക്കാൻ സാധ്യതയില്ല. പക്ഷെ മരിക്കുമായിരിക്കും ഗൈസ്, എനിക്ക് ഉറപ്പാണ്. മരിക്കുമായിരിക്കും. മരിച്ചു എൻ്റെ മോനെ ഗൈസ്, ഇത് മരിച്ചില്ലടാ. ഗൈസ്, എനിക്ക് ഹൽക്കിനെ കൊല്ലണം ഗൈസ്. എനിക്ക് ചാലഞ്ചായിട്ട് ഞാൻ എടുക്കുമെന്ന്. നമുക്ക് ഒന്നും കൂടി നല്ലവണ്ണം ഉയരത്തിൽ പോയി ഗൈസ്.
നല്ലോണം ഉയരത്തിലേക്ക് പോവുക. എനിക്കെന്നെ കൊല്ലണം ഗായ്സ്. അത്ര ഉയരത്തിരുന്ന് കൊണ്ട് മേടിച്ചിട്ടില്ലടാ. എനിക്ക് തോന്നുന്നു എല്ലാവരും ഹൽക്കിനെ എടുത്ത് കളിക്കുന്നതായിരിക്കും ഗായ്സ് നല്ലത്. ഈ ഉയരത്തിൽ കൂടി ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിന് ഉറപ്പ് വരുത്തും. എല്ലാവരും ഹൽക്കിനെടുത്ത് കളിച്ചു. ഓക്കെ, ഹൽക്ക് വീഴുന്നുണ്ട് കേട്ടോ ഗൈസ്. പക്ഷേ സേഫ് ലാൻഡ് അല്ലായിരുന്നു, നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ മുകളിലാണ് വീണത്. ഇവിടുന്ന് താഴെ വീണല്ലോ. പക്ഷേ നല്ല എബിലിറ്റി ഹൽക്കിൻ്റെ ഈ ഒരു ഇതവനെ കല്ല് തെറിക്കുന്നതാണ് ഗ്രാഫിക്സ് എന്നെല്ലാം പറഞ്ഞ അതാണ് ഗ്രാഫിക്സ്. ഓക്കെ, അടുത്ത നമുക്ക് ആ പെണ്ണിനാണ് കൊണ്ടുവരേണ്ടത്. PM9 ആണ് ആ പെണ്ണ്. അപ്പം നമുക്ക് ആ പെണ്ണിനെയും കൊണ്ടുവരാം. പെണ്ണിനെയും കൊണ്ടുവന്നിട്ട് ആ പെണ്ണിനെയും താഴെ നിന്നിട്ട് കൊല്ലണം. പക്ഷേ ആ പെണ്ണ് അഥവാ നിന്നിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ ബീസ്റ്റിനും ഫ്രാങ്ക്ലിനും നാണക്കേട്. ഒരു ചെറിയ പെണ്ണ് വരെ നിൽക്കുന്നുണ്ട്, സേഫ് ലാൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർക്ക് കണ്ടാലും താഴെ വീഴുമ്പം തന്നെ ബാസ്റ്റേഡ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് നോക്കാം. ഈ പെണ്ണ് വീണിട്ടില്ലെങ്കിൽ മൂന്നാക്കും നാണക്കേട്. ആ നാണക്കേടൊന്നുമില്ല, ഹൽക്ക് എത്രയോ പവർഫുള്ളാണ് ഇവരെക്കാൾ. ഓക്കെ, ഡ്രാഗൺ എനിക്ക് തോന്നുന്നു ഈ പെണ്ണിൻ്റെ ഫ്രണ്ടാട്ടെ ഇവള്. ഗേൾസ് ഡ്രാഗൺ. എനിക്ക് ഈ പെണ്ണ് സേഫ് ലാൻഡ് ചെയ്യാൻ സാധ്യതയില്ല. ഓക്കെ പക്ഷേ ഇപ്പം ഞാൻ പറയുന്നത് വാസ്റ്റേഡ് എന്ന് കാണിക്കും. പറഞ്ഞതാണ് ഹൽക്ക് കടന്നിട്ടോ എല്ലാ ക്യാരക്ടേഴ്സും ഇതിനകത്തുള്ളൂ. ഞാൻ എല്ലാ ക്യാരക്ടേഴ്സും എടുത്തിട്ടില്ല, അങ്ങനെയും പറയാൻ പറ്റില്ല, സോറി. നമുക്കിനി തിരിച്ചു പോയിട്ട് ആ പെണ്ണിനെ മാറ്റിയിട്ട് നമുക്ക് മിസ്റ്റർ ബീസ്റ്റിനാക്കണം. മിസ്റ്റർ ബീസ്റ്റിനാക്കിയിട്ട് നമുക്ക് ആ ജയിലിൽ എങ്ങനെ കയറുമെന്ന് കാണിച്ചു തരാം. PM7 അടിച്ചു. റീസ്റ്റാർട്ട് ദി ഗെയിം ആൻഡ് പ്ലേ. മിസ്റ്റർ ബീസ്റ്റ് ഈസ് ഹിയർ. കുറച്ച് ഇംഗ്ലീഷ് പിടിച്ചാണ്. ഇംഗ്ലീഷ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് തൊടുക. ഓക്കെ, നമുക്കിനി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാം ഗൈസ്. പക്ഷെ അവിടെ പോകുമ്പോൾ ഒരു സാധനമുണ്ട്. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ജെറ്റ് പാക്ക് കൊണ്ടാണ് അകത്ത് കയറാൻ പറ്റുക ജയിലിൻ്റെ. പക്ഷെ ജെറ്റ് പാക്ക് എനിക്ക് മതിയായിരിക്കും ഓടിക്കാൻ അറിയില്ല, അതൊരു പ്രശ്നമാണ് ഗൈസ്. ജെറ്റ് പാക്ക് എനിക്ക് മതിയായിരിക്കും ഓടിക്കാൻ അറിയില്ല. ഗൈസ് ഞങ്ങൾ ഇത്രയും ദൂരം വന്ന് വെറുതെ ഡ്രിഫ്റ്റ് അടിച്ച് കാണിക്കാനാണ്, വെറുതെ ഷോ ആക്കാൻ വന്നതാണ്. നമുക്ക് നേരെ അങ്ങോട്ട് തന്നെ പോകാം. വെറുതെ വന്നതാണ്, വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ട ഗൈസ്, അതിന് വേണ്ടിയിട്ട് പോയാണ്. നേരെ നല്ലോണം പറപ്പിച്ച് വിട്ടിട്ടുണ്ട് നമ്മൾ, നല്ലോണം മൂഞ്ചി ഗൈസ്. കുറച്ച് സ്പീഡ് കൂടിപ്പോയി. നമ്മളെ ജിമ്മി വീണിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഓടിപ്പോവാം. ഇനി എനിക്ക് എടുക്കാനൊന്നും കഴിയില്ല വണ്ടി, കുറച്ച് ഓട്ടോ ഒക്കെ വേണം. പക്ഷെ മിസ്റ്റർ ബീസ്റ്റിന് വേണമെങ്കിൽ ഈ ഗെയിം തന്നെ അങ്ങ് വാങ്ങാം. പക്ഷെ മിസ്റ്റർ ബീസ്റ്റിൻ്റെ ക്യാരക്ടറിന് ഒരു എബിലിറ്റി ഇല്ല. ആകെയുള്ള ഹൽക്കിൻ്റെ ഒരു പെണ്ണുങ്ങളെ കണ്ടില്ലേ ഇവിടെ. ഹായ് സാർ. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ജയിലിൻ്റെ ഉള്ളിൽ കയറാം. നമുക്ക് ആദ്യം ജെറ്റ് ബാക്ക് എടുക്കണം. അയ്യോ ഗൈസ്, ഇത് വലുതായിപ്പോയി, നമുക്ക് ചെറുതാണ് വേണ്ടത്. അപ്പോൾ ആദ്യം അതെടുക്കുക. 330 ജെറ്റ് പാക്ക്, ചെറുത് 320, വലുത്. നമുക്ക് ചെറുതാണ് വേണ്ടത്. നോക്കാം, ഈ സാധനം എനിക്ക് ഓടിക്കാൻ അറിയില്ല, അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകുന്നുണ്ട്. ഇതെങ്ങോട്ടോടെ പോകുന്നു? ഇങ്ങോട്ടോടെ. എനിക്ക് ഓടിക്കാൻ അറിയില്ല. എടാ
ഈ സാധനം ജെറ്റ് പാക്ക് കൊണ്ട് കയറാൻ പറ്റുന്നത് ഞാൻ ഈ പുണ്ണാക്ക് എടുക്കൂലായിരുന്നു. ഗൈസ് പോകാൻ പറ്റുന്നില്ല. ഇപ്പം എന്ത് ചെയ്യും ഗൈസ്? ഞാൻ നല്ലോണം ശ്രമിച്ചു നോക്കട്ടെ. പോയി നോക്കട്ടെ. ഇവിടെ പോകാൻ പറ്റുന്നുള്ള ഈ പണ്ടാരോ ഗൈസിന് പോകാൻ പറ്റുന്ന ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇതിവിടെ താഴായിട്ട് നിർത്തിയിടുക. എന്നിട്ട് നമുക്ക് അവിടെ പോയിട്ട് ഒരു ജെറ്റ് പാക്ക് എടുക്കാം. അതായിരിക്കും നല്ലത്. അല്ലാണ്ട് എനിക്കിത് ആവൂല. ഒന്നും കൂടി ശ്രമിച്ചു നോക്കാം ഗൈസ്. ഞാനിവിടെ നിർത്തുന്നതാണ് ഗൈസ്. ഇവിടെ വെക്കാം നമുക്ക് ഈ സാധനം. ഇവിടെ മിസ്റ്റർ ബീസ്റ്റ് എനിക്ക് നിൽക്കാൻ അറിയില്ല ഗൈസ്. എന്ത് സാധനത്തും അപ്പോൾ ഒറ്റ ഊഴല. ചെറിയ കുട്ടികൾ നിൽക്കൂലടാ ഹൈറ്റിൽ നിന്നാൽ. സോറി ജിമ്മി, ഞാൻ നിന്നോട് വലിയ ഫാനാണ്. പക്ഷേ വീഡിയോയിൽ പറഞ്ഞതാണ്, സോറി. ഓക്കെ സാധനം എടുത്തിട്ട് നമുക്ക് പോയിട്ട് ഈ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്തോട്ട് നമ്മൾ പോകണം. ഇതിൻ്റെ അടുത്തോട്ട് പോവുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങും ഗൈസ്. നമ്മൾ ജയിലിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. ഹലോ സാർ, എന്നെ വിടണേ സാർ. അയ്യോ സാർ, എന്നെ കൊല്ലല്ലേ, എന്നെ ജയിലിലടക്കല്ലേ, എന്നെ വീട്ടിൽ വിടണേ. അയ്യോ അയ്യോ. ഇങ്ങനെ വിളിച്ചു പറയാൻ, ഇങ്ങനെ തടവ് പുള്ളികൾ ഇങ്ങനെ വിളിച്ചു പറയുന്ന സ്ഥലമാണ്. ഈ ലൂട്ടിയാറ്റാൻ പോവല്ലോ. കടമുനെ പണി പാലും വെള്ളത്ത് കിട്ടിയ ഇതിലൂട്ടിയാറ്റാ ഇരുന്ന് പോവുണ്ട്. ഓക്കെ, ഇത്ര സിമ്പിളാണ്. ഓക്കെ, നമുക്ക് പോവാം. അപ്പോൾ ഗായ്സ് എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ ഗുഡ് ബൈ ഗൈസ്. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക.